സംഖ്യാപുസ്തകം 1-ാം അധ്യായം. അവർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാംപ്രതി പേർവഴി ചാർത്തി സംഘത്തിൻ്റെ ആകത്തുക എടുക്കണം. നീയും അഹരോനും ഇസ്രായേലിൽ 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണേണം. ഓരോ ഗോത്രത്തിൽ നിന്നും തൻ്റെ കുടുംബത്തിൽ തലവനായ ഒരുത്തൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളോടുകൂടെ നിൽക്കേണ്ടതിന് പുരുഷന്മാരുടെ പേരാവിത്: രൂബേൻ ഗോത്രത്തിൽ ശെദയൂരിൻ്റെ മകൻ എലീസ്യർ. ശിമിയോൻ ഗോത്രത്തിൽ സുരീശദായുടെ മകൻ ശെലൂമിയേൽ. യഹൂദ ഗോത്രത്തിൽ അമ്മീനാദാബിൻ്റെ മകൾ നഹശോൻ. ഇസ്സാഖാർ ഗോത്രത്തിൽ സൂവാരിൻ്റെ മകൻ നെഥാനയേൽ. സെബൂല്യൻ ഗോത്രത്തിൽ ഹോലോൻ്റെ മകൻ ഏലിയാബ്. യോസേഫ് മക്കളിൽ എഫ്രൈം ഗോത്രത്തിൽ അമ്മിഹൂദിൻ്റെ മകൻ എലീശാമ. മനശ്ശെ ഗോത്രത്തിൽ പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ. ബെന്യാമീൻ ഗോത്രത്തിൽ ഗിദെയോനിൻ്റെ മകൻ അബീദാൻ. ദാൻ ഗോത്രത്തിൽ അമ്മീശദായുടെ മകൻ അഹിയസർ. അശേർ ഗോത്രത്തിൽ ഒക്രാൻ്റെ മകൻ പഗിയേൽ. ഗാദ് ഗോത്രത്തിൽ ദെയൂവേലിൻ്റെ മകൻ ഏലിയാസാഫ്. നഫ്താലി ഗോത്രത്തിൽ ഏനാൻ്റെ മകൻ അഹീര. ഇവർ സംഘത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരും തങ്ങളുടെ പിതൃഗോത്രങ്ങളിൽ പ്രഭുക്കന്മാരും ഇസ്രായേലിൽ സഹസ്രാധിപന്മാരും ആയിരുന്നു. കുറിക്കപ്പെട്ട ഈ പുരുഷന്മാരെ മോശയും അഹരോനും കൂട്ടിക്കൊണ്ടുപോയി. 2-ാം മാസം 1-ാം തീയതി അവർ സർവ്വസഭയെയും വിളിച്ചുകൂട്ടി. അവർ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും ആളാംപ്രതി 20 വയസ്സു മുതൽ മേലോട്ട് പേരുപേരായി താന്താങ്ങളുടെ വംശവിവരം അറിയിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ സീനായ് മരുഭൂമിയിൽ വെച്ച് അവരുടെ എണ്ണമെടുത്തു. ഇസ്രായേലിൻ്റെ മൂത്ത മകനായ രൂബേൻ്റെ മക്കളുടെ സന്തതികൾ കുലം കുലമായും കുടുംബം കുടുംബമായും ആളാംപ്രതി 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. രൂബേൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 46,500 പേർ. ശിമിയോൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും ആളാംപ്രതി 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. ശിമിയോൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 59,300 പേർ. ഗാദിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. ഗാദ് ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 45,650 പേർ. യഹൂദയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. യഹൂദ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 74,500 പേർ. ഇസ്സാഖാരിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. ഇസ്സാഖാർ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 54,400 പേർ. സെബൂലിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. സെബൂലൂൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 57,400 പേർ. യോസഫിൻ്റെ മക്കളിൽ എഫ്രൈമിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. എഫ്രായിം ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 40,500 പേർ. മനശ്ശെയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുമായി.
പേരുപേരായി. മനുഷ്യഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 32,200 പേർ. ബെന്യാമീൻ്റെ മക്കളുടെ സന്തതികളിൽ കുലംകുലമായും കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. ബെന്യാമീൻ്റെ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 35,400 പേർ. ദാന്റെ മക്കളുടെ സന്തതികളിൽ കുലംകുലമായും കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. ദാൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 60,700 പേർ. ആശേരിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലംകുലമായും കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. ആശേർ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 41,500 പേർ. നഫ്താലിയുടെ മക്കളുടെ സന്തതികളിൽ കുലംകുലമായും കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. നഫ്താലി ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. മോശയും അഹരോനും ഗോത്രത്തിന് ഒരുവൻ വീതം ഇസ്രായേൽ പ്രഭുക്കന്മാരായ 12 പുരുഷന്മാരും കൂടി എണ്ണമെടുത്തവർ ഇവർ തന്നെ. ഇസ്രായേൽ മക്കളിൽ ഗോത്രമായി 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരുമായി എണ്ണപ്പെട്ടവർ ആകെ 6,35,550 പേർ ആയിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ ലേവ്യരെ പിതൃഗോത്രവുമായി എണ്ണിയില്ല. ലേവി ഗോത്രത്തിൽ മാത്രം എണ്ണരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവരുടെ സംഖ്യ എടുക്കുകയും അരുത് എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. ലേവ്യരെ സാക്ഷ്യനിവാസത്തിനും അതിൻ്റെ ഉപകരണങ്ങൾക്കും വസ്തുക്കൾക്കുമൊക്കെ വിചാരകന്മാരായി നിയമിക്കണം. അവർ തിരുനിവാസത്തിനും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും വഹിക്കണം. അവർ അതിന് ശുശ്രൂഷ ചെയ്യുകയും തിരുനിവാസത്തിന് ചുറ്റും പാളയമടിച്ച് പാർക്കുകയും വേണം. തിരുനിവാസം പുറപ്പെടുമ്പോൾ ലേവ്യർ അത് അഴിച്ചെടുക്കണം. തിരുനിവാസം അടിക്കുമ്പോൾ ലേവ്യർ അത് നിവർത്തേണം. ഒരന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. ഇസ്രായേൽ മക്കൾ ഗണമായി ഓരോരുത്തൻ താന്താൻ്റെ പാളയത്തിനും ഓരോരുത്തൻ താന്താൻ്റെ കൊടിക്കരികയും ഇങ്ങനെ കൂടാരം അടിക്കണം. എന്നാൽ ഇസ്രായേൽ മക്കളുടെ സംഘത്തിന്മേൽ ക്രോധം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യനിവാസത്തിനു ചുറ്റും പാളയമിറങ്ങണം. ലേവ്യർ സാക്ഷ്യനിവാസത്തിൻ്റെ കാര്യം നോക്കണം. എന്നാൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ എല്ലാ ഇസ്രായേൽ മക്കൾ ചെയ്തു. അതുപോലെ തന്നെ അവർ ചെയ്തു. ഇങ്ങനെ 1-ാം അധ്യായം അവസാനിക്കുന്നു.